ഞങ്ങൾക്ക് ചില ആശങ്കകളുണ്ട്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി താലൂക്കിൽ കൊണ്ടാണ് കോട്ടയം താലൂക്കിൽപ്പെട്ട ഞങ്ങളുടെ വോട്ടിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. യൂഷ്വലി നിയമപ്രകാരം നമ്മളൊന്ന് അറിയിക്കേണ്ടതുണ്ട്. പക്ഷേ വാട്സപ്പിൽ അറിയിച്ചെന്നാണ് അവർ പറയുന്നത്. ഏതായാലും എൻ്റെ നോട്ടീസിൽ പെടുന്നത് ഈ പ്രശ്നം വരുമ്പോഴാണ്. പിന്നെ ഇതിന് ആര് തീരുമാനമെടുത്തു അങ്ങോട്ട് കൊണ്ടുപോകാൻ, അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ ചില ആശങ്കകൾ അങ്ങനെയുണ്ട്. കഴിഞ്ഞ ദിവസം കുറച്ച് CCTVകളുടെ അഭാവം കണ്ടു, അത് സൂചിപ്പിച്ചു, അവരത് പരിഹരിച്ചു എന്ന് പറയുന്നു. ഞാൻ വിശദമായിട്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. കാരണം ഒരു പ്രോസസ്സ് നടക്കുക, ആ പ്രോസസ്സ് നടക്കുന്നതിനിടയിൽ ഞാനതിനെ ഒരു 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 വേറെ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അല്ല, പലയിടങ്ങളിലും ഈ പറയുന്ന പക്ഷേ May 4-ന് ചില കാര്യങ്ങൾ പറയേണ്ടി വരും. കാരണം ഈ ഇലക്ഷൻ കമ്മീഷൻ, ഞാൻ ആദ്യം തൊട്ട് പറയുന്നൊരു കാര്യമാണ്, ഒരു ഇൻക്ലൂസീവ് പ്രോസസ്സായിട്ട് ഇതിനെ കൊണ്ടുവരണം. എല്ലാവരെയും ഉൾപ്പെടുത്തി എത്ര പേരുടെ വോട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വോട്ട് കട്ടിങ് തുടങ്ങിയതാണ്. കേരളത്തിൽ ആരും പുറത്തു നിന്ന് അങ്ങനെ വന്ന് അതിക്രമിച്ച് മലയാളികളായിട്ടുള്ളവരുടെ എല്ലാ വോട്ടും കട്ട് ചെയ്തിരിക്കുകയാണ്. എത്ര പേരെ ഞാൻ കാണിച്ചു തരാൻ സാധിക്കും? എന്തിനാണ് ഈ ധൃതി പിടിച്ചൊരു SIR കൊണ്ടുവന്ന് ഇത്രയും പേര് വോട്ട് കട്ട് ചെയ്ത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് വോട്ട് കയറ്റിയവരെ പോലും പിന്നെയും കട്ട് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ഡയറക്ഷൻസ് പ്രകാരം ഹിയറിംഗ് നടത്തിയില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് പ്രത്യേകം പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കാര്യം നിൽക്കുന്നു. പിന്നെ നമ്മളെ കൊണ്ടൊന്ന് വിശ്വാസത്തിലെടുക്കണം. നമ്മൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് സുഗമമായിട്ട് പോകാനാണ്, അതായത് നമുക്കൊരു അജണ്ട ഒന്നുമില്ല, സുഗമമായി. കാരണം ഇത്രയും നാളും ഇല്ലാത്തൊരു കൺഫ്യൂഷൻ ഇപ്പോൾ വരുമ്പോൾ ചില സംശയങ്ങൾ സ്വാഭാവികമാണ്. അതിപ്പം പാലക്കാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, പല സ്ഥലത്തു നിന്നും വന്നിട്ടുണ്ട്. ഇപ്പം ഇന്നലെ ഞാൻ തമിഴ്നാട്ടിലൊരു EVM മെഷീൻ തുറന്നിരിക്കുന്നതായിട്ട് കണ്ടു. ആ ആൾ ചോദിക്കുകയാണ്, ഞങ്ങളുണ്ടായിട്ട് പൂട്ടിയതാണ്, എന്തിനു തുറന്നു എന്ന് തമിഴ്നാട് ചോദിക്കുന്നത് ഞാൻ കണ്ടു. വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം കൽക്കട്ട ഹൈക്കോടതി ഇലക്ഷൻ കമ്മീഷനെ വിമർശിച്ചിട്ടുണ്ട്. അത് 2 വീലർ യാത്രകളെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം അവർ കൊണ്ടുവന്നപ്പോൾ ഹൈക്കോടതി കർശനമായി അതിനെ വിമർശിച്ചിരിക്കുക. അപ്പം ഒന്നോ ഇലക്ഷൻ കമ്മീഷൻ ഒരു ആത്മപരിശോധന. വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ച് ചാണ്ടിക്കുള്ള ആശങ്ക എന്താ? അതല്ല, അത് വേണ്ട രീതിയിൽ ഒന്ന് സുരക്ഷിതമായി നിർത്തേണ്ടതുണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. യെസ്, എന്ന് വെച്ചാൽ ഈ CCTVകൾ ഉണ്ടാവണം, അങ്ങനെയുള്ള സുരക്ഷാ മാർഗങ്ങൾ ഉണ്ടാകണം. അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണോ ഇപ്പോൾ അവിടുത്തെ സൂക്ഷിച്ചിരിക്കുന്നത്? അല്ല, അതിപ്പോൾ അത് പരിഹരിച്ചിട്ടുണ്ട്. പരാതിപ്പെട്ടതിന് ശേഷമാണോ പരിഹരിച്ചത്? അതെ. എങ്ങനെയാണ് ചാണ്ടിക്ക് കാണാൻ ഇടയായത്? അല്ല, ഞാൻ അതിലേക്കൊന്നും ഇനി ഫർദർ പോകുന്നില്ല. വരട്ടെ, May 4-ന് ശേഷം ഞാൻ പറയും. വ്യാപകമായിട്ടുള്ള പരാതിയാണ് ഈ സമാനമായ തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഫലത്തെ ബാധിക്കുമെന്നുള്ളൊരു ആശങ്ക നിലവിലുണ്ട്. അല്ല, അത് വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഇനി ഫർദറായിട്ട് ഒന്നും പറയുന്നില്ല. പക്ഷെ പറയേണ്ടി വരും. കാരണം ഇലക്ഷൻ കമ്മീഷൻ കുറച്ചുകൂടി ഇലക്ഷൻ കമ്മീഷൻ ഇപ്പം എൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് കൊടുത്തത് ഞങ്ങൾക്കുള്ളൊരു ആശങ്കയുടെ ഫലമാണ്. എന്താണ് ആ ആശങ്ക എന്ന് വെച്ചാൽ, 2 അസംബ്ലികൾ ഒരു ഹോളിൽ വെച്ചിരിക്കുകയാണ്. അതൊരു ആശങ്ക തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച്. 2 അസംബ്ലിയുടെ കൗണ്ടിങ് ഒരേ ഹോളിൽ വെച്ചിരിക്കുകയാണ്. ആ ഹോളിൽ വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. തൊട്ടപ്പുറത്തൊരു ഹോളുണ്ട്, അതിലേക്ക് മാറ്റി വെക്കാം. പക്ഷെ എന്തായാലും വരട്ടെ, ഞാനതിനെ നമുക്ക് നോക്കാം എന്താ ഈ തീരുവെന്നുള്ളത്. കേസ് വരുവാണല്ലോ, നോക്കാം. ഉണ്ടാവണം. ഉണ്ടായാൽ മാത്രം പോരാ, സ്ഥാനാർത്ഥികൾക്കും ബോധ്യപ്പെടും. ഈ താങ്കളുടെ ഇലക്ഷൻ ഏജന്റ് പരാതി കൊടുത്തിരിക്കുന്ന ഇതിലാണ്, ഈ വോട്ടിംഗ് മെഷീന്റെ കേസിലാണോ അതോ ഈ കൗണ്ടിങ് സെന്ററിന്റെ കാര്യത്തിലാണ്? കാരണം ഞങ്ങൾ ഇപ്പം എത്ര AC വെച്ചെന്ന് പറഞ്ഞാലും ശരി, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ലോക്ക്ഡൗൺ ആണ്, സെൽഫ് ലോക്ക്ഡൗൺ ചെയ്യണം. അത്ര ചൂടാണ്. അപ്പം 2 കോൺസ്റ്റിറ്റ്യുവൻസി ഗ്രില്ലും കാര്യങ്ങളും ഇട്ട് ഒരേ സ്ഥലത്ത് വരുമ്പോൾ ചില ആശങ്കകളുണ്ട് ഞങ്ങൾക്ക്. അത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമോ, പ്രശ്നമില്ലാതെ വരുമെന്നാണ് എന്താ പറയുക ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, കുഴപ്പമില്ല. പക്ഷേ ഒരാശങ്കയാണത്, ഈ ചൂടത്ത് അങ്ങനെ വെക്കുന്നത് ഒരു ആശങ്ക തന്നെ. അപ്പോൾ വോട്ടിംഗ് മെഷീനിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയും. അല്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യത്തില്ല. അതിനെക്കുറിച്ച് ആ തരത്തിൽ ഞാൻ പറയത്തില്ല. പക്ഷേ ഞാൻ കമൻറ്റ് ചെയ്യും. മുഖ്യമന്ത്രി ചർച്ചകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ എത്തിയ സ്ഥിതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൂടിക്കാഴ്ച ഞങ്ങളുടെ പ്രസിഡന്റ് അതിനൊരു വിരാമം ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും കമൻറ്റ് ചെയ്യത്തില്ല. അതിനിപ്പോൾ എന്താ തെറ്റ്?
ഈ മുഖ്യമന്ത്രി ആകാൻ താല്പര്യപ്പെടുന്നവരൊക്കെ 60 വയസ്സിന് മുകളിലുള്ളവരെ യുവാക്കളായിട്ട് ആരെങ്കിലും വരണമെന്ന് താല്പര്യം? ഇങ്ങനെ ഈ ഒരു വിരാമം വിട്ട ഒരു ചർച്ചയ്ക്ക് വീണ്ടും നിങ്ങൾ ഇതാണ് പത്രക്കാർ ചെയ്യുന്ന ഓരോ പരിപാടികൾ. ഇത് അങ്ങനെ ഒരു ചർച്ചയെ ഇല്ലാന്ന് പറയുമ്പോൾ അടുത്ത തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോവാണ്. രാഹുൽ ഗാന്ധി ഒരു സ്ത്രീ വരണമെന്നൊക്കെ പറഞ്ഞു, അതിനോട് യോജിക്കുന്നു. വനിതാ മുഖ്യമന്ത്രിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ആ ഒരു ചർച്ച ഇല്ല. നിങ്ങൾക്ക് ഈ 2 ആഴ്ച പിടിച്ചിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അതിനുവേണ്ടി പല പല പരിപാടികൾ, ഇപ്പൊ ആദ്യം ഇലക്ഷൻ കമ്മീഷന്റെ ആയിരുന്നു, ഇപ്പൊ ഞങ്ങളുടെ പേരിലോട്ടായി. അത് ഇങ്ങനെ പല പരിപാടികൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ, അത് മാധ്യമങ്ങളല്ല മറിച്ച് ഈ നിങ്ങളുടെ തന്നെ പല ക്യാമ്പുകൾ, പല നേതാക്കൾക്കായിട്ട് AI വീഡിയോ, ഗാനങ്ങൾ, ഇപ്പം രമേശ് ചെന്നിത്തലയുടെയൊക്കെ പഴയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഗാനങ്ങൾ, പോഡ്കാസ്റ്റുകൾ, അത് ഇങ്ങനെ തെറ്റെന്താ? അതിനകത്ത് തെറ്റ്? എൻ്റെ നേതാവിനെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അതേപ്പറ്റി പാട്ട് എഴുതും, പാട്ട് പാടും, ചിലപ്പോൾ അത് വീഡിയോ ആക്കും. നിങ്ങളാണ് അതിന് മറ്റൊരു അർത്ഥം കൊടുത്ത് നിങ്ങൾക്ക് അടുത്ത 10 ദിവസം കൊണ്ട് പിടിച്ചിരിക്കണം. അതിനിങ്ങനെ പല പരിപാടികൾ നിങ്ങൾ ഒപ്പിക്കുന്നതല്ലാതെ ഇവരാരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പം എൻ്റെ ഫാദറിനെ കുറിച്ച് ഞാനിപ്പോഴും കാണുന്നുണ്ട്, വീഡിയോസ് വരുന്നുണ്ട്, ഫോട്ടോസ് വരുന്നുണ്ട്. അത് അത്രയ്ക്ക് സ്നേഹമുള്ള ഇരുന്നുമുണ്ട്. അദ്ദേഹം മരിച്ചിട്ടും അദ്ദേഹത്തോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നവരാണ്. അപ്പോൾ അതേ സ്നേഹം നേതാക്കളോട് കാണിക്കുന്ന പ്രവർത്തകർ ഞങ്ങളുടെ ഇടയിലുണ്ട്. അതിനെന്താ തെറ്റെന്താ? ഞങ്ങളുടെ പാർട്ടിയിൽ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെ ഒരു നേതാവിനെ മാത്രമേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നേതാവല്ല. ഞങ്ങൾക്ക് ഒരു നേതാവ് മാത്രമല്ല, ഞങ്ങൾക്ക് പല നേതാക്കന്മാരുണ്ട് ഇന്ന് പാർട്ടി. അതല്ല, യോഗ്യത സംബന്ധിച്ചുള്ള മത്സരമാണ് ഇത്. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഉടനെ മറ്റേ ഞാൻ അതിനപ്പുറമാണ് എന്ന് പറയുമ്പോഴാണ്. അതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ? നിങ്ങൾ പറയുന്നത് മറ്റു നേതാക്കളുടെ ഫാൻസ് ഒന്നും ഇത്തരം ഗാനങ്ങൾ ഇറക്കുന്നില്ല. ഇതൊക്കെ ഉണ്ട്. എന്നെ പറ്റിയുണ്ട്, ഹൈബിയെ പറ്റിയുണ്ട്, നമ്മുടെ ഷാഫിയെ പറ്റിയുണ്ട്, രാഹുലിനെ പറ്റിയുണ്ട്, എല്ലാവരെ പറ്റിയുണ്ട്. നിങ്ങൾ സെലക്റ്റീവാ. നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പം ശക്കലം മഞ്ഞപ്പത്തും പിടിച്ചിരിക്കുക, അപ്പൊ എല്ലാം മഞ്ഞായിട്ട് തോന്നും. ഒരു പോളിംഗ് ശതമാനത്തിന് പേര് ഇത്ര ആത്മവിശ്വാസം, പോളിംഗ് ശതമാനം വർദ്ധിച്ചു എന്നത് മാത്രമാണല്ലോ ഒരു ആത്മവിശ്വാസം. ഒന്നുമല്ല, ജനഹിതം അനുകൂലമാണെന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. ഈ സർക്കാരിനെ അറബിക്കള്ളി തള്ളിയിരിക്കുക, യാതൊരു സംശയവും. ഒരു സംശയമില്ല, ഒരു സംശയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.